പാവം പരിപ്പോടെ എണ്ണക്കകത്ത് കിടന്നുകൊണ്ട് അയ്യടാ പൊട്ടിച്ചതിറന്നു. എന്നിട്ട് എണ്ണക്കകത്തിട്ട് വറുത്തെടുക്കുന്നു. അത്ര ഉള്ളന്നേ, വെരി സിമ്പിൾ. ഈ പെരിഞ്ചീരകം. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഹായ്. അപ്പൊ മമ്മി ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാൻ പോവാണ് കേട്ടോ. കുറെ നാളായിട്ട് ഇവിടെ എല്ലാവർക്കും പരാതിയാണ്, 4 മണിക്കാപ്പിക്ക് ബോളിയില്ല, അതില്ല, ബോണ്ടയില്ല എന്നൊക്കെ അല്ലേ. അപ്പൊ മമ്മിക്ക് ഇഷ്ടമുള്ളൊരു വിഭവം ഇന്ന് മമ്മി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പോവാണ്. എന്നാ അമ്മ ഉണ്ടാക്കുന്നത്? പരിപ്പുവട. അപ്പൊ മമ്മിയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഇവിടെ എല്ലാവരും കഴിച്ചതാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അതിന്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇട്ടായിരുന്നു. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മമ്മിയുടെ പരിപ്പോട എങ്ങനെയുണ്ടെന്ന് നോക്കാം. പരിപ്പോട ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക കേട്ടോ. ഞാൻ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഒരു 1.5 കപ്പ് 250-ന്റെ 1 കപ്പും പിന്നെ ഒരു 1/2 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 2.5 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാ കേട്ടോ. അപ്പൊ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്താലോ? ഒരു ഇത്തിരി പെരിഞ്ചീരകം, ഇത്തിരി പെരിഞ്ചീരകം, ഒരു 2-3 മുളക്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 ഒക്കെ ഇടാം കേട്ടോ. വെളുത്തുള്ളി തൊണ്ടോട് കൂടി ഇടാം കേട്ടോ. എന്നിട്ട് കഴുകി എടുത്തതാ. ഇച്ചിരി കരുവേപ്പില, ഇതെല്ലാം കൂടെ കൂട്ടി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചോണ്ട് വരട്ടെ കേട്ടോ. ഇതേ ഒന്ന് പൊടിഞ്ഞാൽ മതി കേട്ടോ. അരയണ്ട. അപ്പൊ ഈ ഒരു പാകത്തിന് ഇങ്ങനെ പൊടിഞ്ഞു കിട്ടിയാൽ മതി. അപ്പൊ ഇതിനകത്തുന്നുണ്ടല്ലോ വെച്ച് ഇതൊരു ഇത്രയും ഒരു പരിപ്പ് അങ്ങ് എടുത്തു വെക്കുക. അത്രയും മതി. ഇത് അവസാനം അരയ്ക്കാതെ ഇതിനകത്തേക്ക് ഇടാനായിട്ടാ. ബാക്കി ഫുൾ നമ്മൾ അരയ്ക്കുവോ? ബാക്കി നമ്മൾ അരയ്ക്കുക. പരിപ്പോട് ആക്ച്വലി നല്ല ഹെൽത്തി അല്ലേ? പിന്നല്ലേ, അധികം എണ്ണയും കുടിക്കത്തില്ല, നല്ല ഗുണമുണ്ട്. ഒന്ന് അരക്കട്ടെ കേട്ടോ. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകണ്ട കേട്ടോ. ഒന്ന് ഉരുട്ടാൻ പാകത്തിന് അങ്ങനെ വന്നാൽ മതി. ഇത് പാകമാണോ? ഇത് പാകമാണ്. ഇതുണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നാൽ ഒരുപാട് അരയണ്ട. എന്നാൽ ഉരുട്ടാൻ വേണം താനും, ഉരുളണമല്ലോ. ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ചിങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കി ഫുള്ള് പരിപ്പ് നമ്മൾ അരയ്ക്കണം അല്ലേ? അപ്പം നമ്മളിത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തു. എന്നാൽ അരച്ചുമില്ല, എന്നാൽ ഇച്ചിരി ചതച്ചെന്ന് പറയാം അല്ലേ. ഇടയ്ക്കിടെ തരങ്ങ് പോലെ കിടക്കും. ഇടയ്ക്കിടെ ഇച്ചിരി കടിക്കാൻ പാകത്തിനുണ്ട്. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ചതവ് മതി. ഇപ്പം നമ്മളിങ്ങനെ ഇത് ഈ പാകത്തിന് അങ്ങനെ ചതച്ചെടുത്തു കേട്ടോ. അതിനുശേഷം അത് കുറച്ച് ഒരു ചെറിയ സവോള, ഒരു 5-6 ഉള്ളി, 2-3 പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില, ഇച്ചിരി ഇഞ്ചി, ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ഇളക്കുവാണേ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്നു. അത്ര ഉള്ളന്നേ, വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ? അത് തന്നെ. മമ്മിക്ക് പരിപ്പോടെയാണോ അതോ ബോണ്ടയാണോ ബോളിയാണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് പരിപ്പോടയും ബോണ്ടയും ഇഷ്ടം. എനിക്ക് പരിപ്പോട എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല അല്ലേ, പക്ഷേ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതും കൂടി അങ്ങോട്ട് ഇടുവാണേ. അങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കാൻ. ഈ പരിപ്പോടെ ഒരു പ്രത്യേകത എന്നാന്നറിയാമേ, എന്തോരം തിന്നാലും തീരത്തില്ല, മതിയാവില്ല എനിക്ക്. ഞാനൊക്കെ വയറ് നിറച്ച് തിന്നോ. അതല്ലെന്നേ, ഒരു പരിപ്പോട ഇപ്പൊ നമ്മളൊരു ബോണ്ട എടുത്തെന്ന് വെച്ചോ, അതൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ തിന്നു തീരും. അതങ്ങനെയാ. പരിപ്പോട എന്ത് ചെയ്താലും തിന്നു തീരില്ല. പരിപ്പോട പഴം കൂട്ടി കഴിക്കണമെന്നാ പറയണേ. അത് മാത്രല്ല വയറും നിറയും കേട്ടോ പെട്ടെന്ന്. അതെ, ചുപ്പ് ചേർക്കുക കേട്ടോ. മമ്മി എന്നാ ഈ മുടി പൊക്കി കെട്ടി നിൽക്കുന്നത്? ഭയങ്കര ചൂടാ വെച്ചാൽ അതുകൊണ്ട് അതിന് ഇത്രയും പൊക്കി കെട്ടി നടക്കണേ. കഴുത്തെ മുട്ടായിരിക്കാനാ? അയ്യോ അതെയോന്ന്. അടിപൊളി. എന്നാ പിന്നെ മമ്മിക്ക് അത് ബോക്കട്ട് ചെയ്തൂടെ? എനിക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നേ, എനിക്ക് ഇഷ്ടമൊക്കെ ആ കാര്യം ഞാൻ ചെയ്യും. എനിക്കുണ്ടല്ലോ പൊതുവേ ചൂട് കൂടുതലാണ് എനിക്ക്, ഒട്ടും പറ്റണില്ല ചൂട്. പിന്നെ ഈ കഴുത്തിലെ മാല ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ചൂടുകാരൻ. ഇന്നലെ ഞാൻ ഊരി വെച്ചിട്ട് നടക്കുമായിരുന്നു. മമ്മിക്ക് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ വലിയ ഇഷ്ടമാണെന്നല്ലോ? എനിക്കിഷ്ടമാണ്. അതിൽ ആടി പറയും ചെയ്യും, അവൾക്ക് ഇങ്ങനത്തെ കെണിമണി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവൾക്ക് ക്ഷീണമില്ല, അവസരമില്ല എന്നൊക്കെ. സത്യം കേട്ടോ അത്. ചിലപ്പം വേറെ എന്തെങ്കിലും കറികൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നാ മടുത്തു മതി എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ ഇങ്ങനത്തെ വല്ലതൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമല്ലേ. എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ നടത്താൻ എനിക്കിഷ്ടമാണ്. പരമ്പരാഗത ചട്ടി തന്നെയാണോ ഉപയോഗിക്കുന്നത്? പരമ്പരാഗത ചട്ടി എടുത്തേക്കാം. ഇരുമ്പ് ചട്ടിക്കകത്ത് ഉണ്ടാക്കിയ ടേസ്റ്റ് കൂടുമോ? എണ്ണ കുടിക്കുന്ന കുറയും, അല്ലെങ്കിൽ അപ്പടി എണ്ണ കുടിക്കില്ലേ, പെട്ടെന്ന് എണ്ണ വറ്റിപ്പോവും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഓ എൻ്റെ അമ്മേ, പരിപ്പോടെ പഴം കൂട്ടി തിന്നണമെന്നാ പറയണേ. മമ്മിയുടെ ചെറുപ്പത്തിലെ പരിപ്പോടെയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല ചേ. മമ്മിയുടെ ചാച്ചനൊക്കെ പോയിട്ട് വരുമ്പോൾ എന്നും ഇങ്ങനെ പലഹാരങ്ങളൊക്കെ മേടിച്ചോണ്ട് വരുമായിരുന്നോ? ഓ അങ്ങനെയൊന്നും. പരിപ്പോടെയൊക്കെ വല്ലപ്പോഴൊക്കെ. എൻ്റെ ചാച്ചൻ്റെ അമ്മയില്ലേ, അവര് പാലാ കൊഴുവനാലാ താമസിക്കണേ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പരിപ്പോട. അപ്പൊ അമ്മ വല്ല കാലത്തും വർഷത്തിൽ 1 പ്രാവശ്യം ഒക്കെ വീട്ടിൽ വരുള്ളൂ, ഇവിടെ ഹൈ റേഞ്ചിന് വരുള്ളൂ.
അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പരിപ്പുവട മേടിക്കും. ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അത് അടിച്ചു മാറ്റി മമ്മി തിന്നും. അടിച്ചു മാറ്റമൊന്നുമില്ല. ആ കൂടെ ഞങ്ങൾക്കും കൂടെ ഉള്ളത് മേടിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ. അല്ലാതെ അങ്ങനെ സ്ഥിരം മേടിയിലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇത് എളുപ്പമുള്ള പരിപാടിയല്ലേ, ഇത് ഹെൽത്തിയാണ് താനും. പിന്നെ അധികം എണ്ണ കുടിക്കുന്നില്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. നാട്ടിക്കൊക്കെ ചുമ്മാ ചെറിയ സ്നാക്സ് കടി, ചായ കടി. ഞാൻ എന്താണെങ്കിലും റെയർ ആയിട്ടാട്ടോ പരിപ്പോട കഴിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും തിന്നാനില്ലെങ്കിൽ ഞാൻ പരിപ്പോട കഴിക്കും. പക്ഷേ ഈ വീട്ടിലുണ്ടാക്കിയ പരിപ്പോടയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. മമ്മി ഇന്നാളൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, നല്ലൊരു പ്രാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെന്താ, ഇത് നമുക്ക് അടിപൊളിയാക്കാം. ഞാൻ ടൗണിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം. മമ്മിയുടെ പരിപ്പോട പറഞ്ഞ് തിന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. ഇതുപോലെ ഒരെണ്ണം എടുത്തു. മമ്മി അത് ഉരുട്ടുന്നൊന്ന് കാണിച്ചേ. വേണ്ടത് പരത്തണല്ലേ, മറ്റേ ഈ ഒരു ഡിസ്ക് പോലെ ആക്കണ്ടേ, നമ്മൾ ഈ ബഹിരാകാശത്തേക്കൊക്കെ വിടുന്ന സാധനം പോലെ. അങ്ങനെയാണോ അതിന്റെ പ്രക്രിയ? തിരക്ക് കൂട്ടിയതുകൊണ്ട് വെള്ളം ഇച്ചിരി കൂടെ വലിയാനുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ആണോ? തിരക്കില്ല, വയ്യ ഉണ്ടാക്കിയാൽ മതി. വെള്ളമൊക്കെ വലിഞ്ഞ നല്ല അടിപൊളി പരിപ്പോടയായിട്ട്. ദിവ്യ ടൗണിൽ പോകണമെന്ന് പറഞ്ഞോണ്ടേ, അപ്പം അതിന് മുമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ വലിയായിരുന്നു എന്ന് തോന്നുന്നു. എന്നാ തുടങ്ങുവാണേ. ഓർമ്മയോട് തീ കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ ആ പുറം മാത്രം അങ്ങോട്ട് പെട്ടെന്ന് ചുമന്ന് വരും. അപ്പോൾ കരിഞ്ഞൂടെ പോലെ അതിൻ്റെ അകമൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ. ഒരെണ്ണോടെ ഇട്ടേക്കാം. ഇടക്കിടന്ന് തിളച്ച് മറിയട്ടെ. പാവം പരിപ്പോടെ എണ്ണയ്ക്കകത്ത് കിടന്നുകൊണ്ട് അയ്യടാ പൊട്ടിച്ചതിറന്ന്. എന്റെ കോഴിക്കുഞ്ഞിനെ കാണുമ്പോ പാവം തോന്നുമായിരുന്നു. എന്റെ കോഴിയിറച്ചി നല്ല മാട്ടി അടിക്കണേ കാണാം. എന്റെ നിറമൊക്കെ മാറി തുടങ്ങിയല്ലോ അമ്മേ. നിറമൊക്കെ മാറി തുടങ്ങി. കുഞ്ഞി പരിപ്പോടെ അല്ലേ? ഇച്ചിരി ചെറുതായിട്ട് ഉണ്ടാക്കണോ? ഇനിയും ചെറുതാക്കണോ? ഇനി ചെറുതാക്കണ്ട, വേഗം തീർന്നു പോകും. പെട്ടെന്നായോ അമ്മി? പിന്നെ ഇത്രയും പരിപാടിയുള്ളൂ അല്ലേ പരിപ്പോടെ? ഇത്രയും പരിപാടിയുള്ളൂ, എളുപ്പ പണിയാ. പെട്ടെന്നായോ അമ്മി? പിന്നെ ഇത്രയും പരിപാടിയുള്ളൂ അല്ലേ പരിപ്പോടെ? ഇത്രയും പരിപാടിയുള്ളൂ, എളുപ്പ പണിയാ. അമ്മി നമുക്ക് ഉണ്ണിയപ്പ ബിസിനസ്സും പരിപ്പോടെ ബിസിനസ്സും തുടങ്ങിയാലോ? ഉണ്ടാക്കുക, പാക്കറ്റിലാക്കുക, വിൽക്കുക. ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നു. ഓക്കെ. അങ്ങനെ മമ്മിയുടെ പരിപ്പോട ഉണ്ടാക്കൽ തകൃതിയായിട്ട് നടക്കുന്നു. എന്താണെങ്കിലും ഓരോ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പൊക്കോളാം കേട്ടോ മമ്മി. ഇതെന്താണ് ചുങ്ങി വരുമ്പോ ഇഷ്ടംപോലെ സ്ഥലവും കാണും അല്ലേ? ഒരെണ്ണോടെ ഇട്ടേക്കാം. ഇളച്ചിരിക്കുന്ന പരിപ്പോട കേട്ടോ. ഒരെണ്ണം എടുത്തങ്ങ് ടേസ്റ്റ് ചെയ്താലോ? പല്ലിങ്ങടെ പോവോ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, നല്ല ചൂടൻ ആവി പറക്കുന്നുണ്ട് കേട്ടോ. ആവി പറക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ലതാണ്. സൂപ്പർ ആട്ടോ മമ്മി. ശരിക്കും സത്യമായിട്ടോ? അതെ, ഉള്ളത് പറയണോ? ഉള്ളു. എനിക്ക് നോർമലി ഞാൻ പറഞ്ഞില്ല എനിക്ക് പരിപ്പോട ഇഷ്ടമില്ല, പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടമാണ് കേട്ടോ, നല്ല രുചിയുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിച്ചാണല്ലോ, നമ്മൾ പുറത്ത് ഒരിക്കലും കഴിക്കില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ വീട്ടിലുണ്ടാക്കുന്ന പുറത്തുണ്ടാക്കുന്നതായിട്ടോ അല്ലേ? ഞാൻ ഇതിനു മുമ്പ് ഈ പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ഒന്നും അരച്ചിട്ടില്ല കേട്ടോ, അത് ആദ്യമായിട്ടാ. പക്ഷെ അത് അരച്ചപ്പോൾ ഇച്ചിരി നല്ല ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്താണേലും എല്ലാരും പരിപ്പോടൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ് അല്ലേ? സൂപ്പർ സാധനമാണ്. അപ്പൊ ഇതുപോലെ മറ്റേ എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ.